ഹലോ ഫ്രണ്ട്സ്, ഇത് ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 800 വാട്ട്സ് RMS ആണ്. പെർ ചാനൽ 400 വാട്ട്സ് RMSലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. സിക്സ് ഇഞ്ച് ഹൈറ്റിലുള്ള ക്യാബിനറ്റാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ റിമോട്ട് കിറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. ഇതിൽ ലെഫ്റ്റ് സ്പീക്കർ ചാനലിനും റൈറ്റ് സൈഡ് സ്പീക്കർ ചാനലിനും ഇൻഡിവിജ്വലായി വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ബാസ്, ട്രബിൾ, മിഡ് ഇവ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആംപ്ലിഫയറിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മൈക്ക് ഈ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്ക് വോളിയം, മൈക്ക് എക്കോ ഈ ഓപ്ഷൻ എല്ലാം റിമോട്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ഞങ്ങൾ എല്ലാ ആംപ്ലിഫയറിലും കൊടുക്കാറുള്ള പോലെ ഫ്യൂസർ കൂടിയ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഈ ആംപ്ലിഫയറിലും കൊടുത്തിട്ടുള്ളത്. ആംപ്ലിഫയർ സ്റ്റേജിലേക്കുള്ള ഓരോ ബോർഡിലേക്കും സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫ്യൂസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സോക്കറ്റായിട്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓഡിയോ ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ഓക്സിലറി ഇൻപുട്ട്, ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഒരു കോയാക്സൽ ഇൻപുട്ട്, ഒരു HDMI ARC ഇൻപുട്ട്, ഇത്രയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഓഡിയോ മിക്സറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും 2 ഓക്സിലറി ഔട്ട്പുട്ടും ആക്റ്റീവ് സബ്വൂഫറിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു സബ്വൂഫർ പ്രീ ഔട്ടിൻ്റെ ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഇതിൽ 5.5 ഇഞ്ച് ഹൈറ്റിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോർമറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വോൾട്ടേജ് ആയിട്ട് വരുന്നത് 43.043 20 ആംപിയറിൻ്റെ ഒരു ടാപ്പിങ്ങും, 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു ടാപ്പിങ്ങും, 12 വോൾട്ട് 1 ആംപിയറിൻ്റെ 5 ടാപ്പിങ്ങുമാണ് ഇതിൽ വരുന്നത്. ഇത് ആംപ്ലിഫയർ സ്റ്റേജിലേക്കുള്ള പവർ സപ്ലൈ യൂണിറ്റാണ്. ഇതിൽ 80 വോൾട്ട് 10,000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റ് ബോർഡുകൾക്ക് വേണ്ടിയുള്ള പവർ സപ്ലൈ യൂണിറ്റാണ്. ഇതിൽ റിമോട്ട് കിറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. ഇതിൽ മെയിൻ ആംപ്ലിഫയർ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മഹാരാജയുടെ 8 ട്രാൻസിസ്റ്റർ വരുന്ന 2 ബോർഡുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാസ്, ട്രബിൾ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ഫ്രീവേ ട്യൂൺ കൺട്രോൾ ബോർഡാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസ്, അതേപോലെ ഈ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.